നമസ്കാരം. കേരള സർവകലാശാല സംഘർഷത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് VC നിലപാട് കടുപ്പിക്കുന്നത് കണ്ട വാർത്താ ദിനമാണിന്ന്. കോഴ ആരോപണത്തിന് വിധേയനായ ഷാജിയുടെ മരണത്തിലും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. മരണത്തിൽ SFIയെ പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷം രംഗത്തെത്തി. ഷാജിയെ കുടുക്കിയതാണെന്ന് കുടുംബം ആരോപിച്ചു. ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സന്ധുവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെന്നത് ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. തിരുവനന്തപുരത്തെ ചില കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേർന്നതും ഇന്നത്തെ വാർത്തയായി. ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. സ്വാഗതം. കേരള സർവകലാശാല കലോത്സവത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് സർവകലാശാല രജിസ്ട്രാർ DGPക്ക് കത്ത് നൽകി. വിധി നിർണയത്തിനെത്തിയ വ്യക്തിയുടെ മരണവും അന്വേഷിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. കേരള സർവകലാശാല യൂണിയന്റെ കാലാവധി നീട്ടി നൽകില്ല എന്ന് VC അറിയിച്ചു. കോഴ ആരോപണത്തിന്റെ FIR അതിനിടെ പുറത്തുവന്നു. മരിച്ച വിധികർത്താവ് PN ഷാജിയാണ് ഒന്നാം പ്രതി. ജോമറ്റ്, സൂരജ് എന്നീ നൃത്ത പരിശീലകർ 2ഉം 3ഉം പ്രതികളാണ്. വിധികർത്താവായ PN ഷാജി നൃത്ത പരിശീലകരുടെ സ്വാധീനത്തിന് വഴങ്ങിയെന്നും പ്രതികൾ സർവകലാശാലയോടും വിദ്യാർത്ഥികളോടും കുറ്റകരമായ വിശ്വാസവഞ്ചന ചെയ്തുവെന്നുമാണ് FIRലുള്ളത്. വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം കലോത്സവത്തിൽ SFI അക്രമം അഴിച്ചുവിട്ടുവെന്നും വിധികർത്താവ് ഷാജിയുടെ ആത്മഹത്യ SFIയുടെ ക്രൂരതയാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. SFIക്കെതിരെ കൊലക്കുറ്റം ചുമത്തണം എന്ന് VD സതീശൻ പറഞ്ഞു. എതിരായിട്ട് കൊലക്കുറ്റത്തിനാണ് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്ന തണലാണ് ഈ ക്രിമിനലുകൾ ഇങ്ങനെ കേരളത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിലെ രക്ഷകർത്താക്കൾ ഇറങ്ങി ഇവരിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഷാജിയുടെ മരണത്തിന് ഉത്തരവാദികൾ SFI ആണെന്നും അപമാനം സഹിക്കാതെയാണ് വിധികർത്താവ് ആത്മഹത്യ ചെയ്തതെന്നും KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. ഈ പറയുന്ന പാപം മനുഷ്യന്റെ മരണത്തിനും ഉത്തരവാദി SFI ആണ്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ അകത്ത് മാർഗം കളിയിൽ അവർ പറഞ്ഞ ആൾക്ക് ഒന്ന് ഫസ്റ്റ് കൊടുക്കാനും സെക്കൻഡ് കൊടുക്കാനും ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം അത് നിഷേധിച്ചു എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചു, ഇദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത അധ്യാപകരെ വിളിച്ചു. അവരൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഒരു കുറ്റവും അവർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, നിഷ്പക്ഷമതിയാണ് അയാൾ. ഇതുവരെ അയാളെ പറ്റി ഒരു പരാതി ഉണ്ടായിട്ടില്ല. പക്ഷേ പരാതി SFIക്കാർ ഉണ്ടാക്കിയതാണ്. ഇയാളെ തല്ലി എന്ന് പറയുന്നുണ്ട്, ഇദ്ദേഹത്തെ തല്ലി. വിധികർത്താവിന്റെ ആത്മഹത്യ ദൗർഭാഗ്യകരമെന്നും കലോത്സവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നുഴഞ്ഞു കയറിയവരാണെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. വളരെ നിർഭാഗ്യകരമായി പോയി. എന്താണ് ഉണ്ടായതെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവജനോത്സവങ്ങളൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നടക്കേണ്ടത്. ഇത്തവണയും സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും പ്രശ്നമല്ല, നുഴഞ്ഞു കയറി ആരോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ചിത്രം പോലീസ് അന്വേഷണം പൂർത്തീകരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മരണവും നിർഭാഗ്യകരമായി, ഇങ്ങനെ യുവജനോത്സവം പൂർത്തീകരിക്കാതെ അവസാനിച്ചു എന്നുള്ളതും ഖേദകരമാണ്. ഇത് ആരോ ചിലർ അതിൽ നുഴഞ്ഞു കയറി ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങൾ. മരണത്തിൽ ഗുരുതര ആരോപണവുമായി അതിനിടെ കുടുംബം രംഗത്തെത്തി. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മകൻ കലഞ്ഞു പറഞ്ഞതായി മാതാവ് ലളിത പറഞ്ഞു. ഷാജിയെ വ്യാജ ആരോപണത്തിൽ കുടുക്കിയതാണെന്നും മാതാവ് പറഞ്ഞു. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കാല് മുടിച്ച് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അത് പറഞ്ഞു. അമ്മ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതന്നെ ആരും ഇതാക്കിയതാന്ന്. അന്നെ ആരും കുടുക്കിയതാന്ന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ദിവസം ഈ 3 ദിവസവും ഇതന്നെ പറയല്. ഈ കോഴ വാങ്ങുന്നതാണെങ്കിൽ ഈ ഇങ്ങനെയാവുമോ മക്കളെ? ഈ പുരക്ക് ഒന്നിക്കലും എന്തെങ്കിലും ഒരു മാറ്റം വരിക, അല്ലെങ്കിൽ ഒരു വേടി എടുക്കുക. അത് നയിച്ചിട്ട് കിട്ടുന്ന പൈസേനെ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അതിന് പൈസ ഇല്ലെങ്കിൽ എനിക്ക് പെൻഷൻ കിട്ടിയാൽ പറയും, അമ്മ എന്തെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ വാങ്ങിയിട്ട് പോക്കാം. അഖിൽ ഷാ അൻസാറും സജോ ദേവസിയും വിശദാംശങ്ങളുമായി. ആദ്യം അഖിൽ ഷാ അൻസാറിലേക്ക്. അഖിൽ ഷാ, ഇതിൽ ഗുരുതരമായ ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട്. SFIയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് കർക്കശമായ നടപടി ഉണ്ടാകുന്നത്. എല്ലാ വിഷയത്തിലും, കോഴ ആരോപണത്തിലും അതുപോലെ തന്നെ മരണത്തിലുമൊക്കെ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. യൂണിയന്റെ കാലാവധി നീട്ടി നൽകില്ല. അങ്ങനെ വളരെ കർക്കശമായൊരു ഇടപെടൽ സർവകലാശാല നടത്തിയിരിക്കുകയാണല്ലോ. ഈ വിഷയത്തിൽ ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? ഇതിൽ പ്രതിപക്ഷം ഇത് വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നുണ്ട് എന്നതല്ലേ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്?
അനുജ, നമുക്കറിയുന്നത് പോലെ തന്നെ ഈ കേരള സർവകലാശാല കലോത്സവം അതിൻ്റെ തുടക്കം മുതൽ ആകെ കോലാഹലമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ ദിവസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില സംഘർഷങ്ങൾ, അതുപോലെ തന്നെ വലിയ രീതിയിൽ ഈ വിധികർത്താക്കൾക്കെതിരായ പരാതികളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വരുന്ന സംഭവമാണ്. പിന്നീട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ വിധികർത്താവിനെ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കോഴ ആരോപണത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യ ദിവസം മുതൽ ഈ കലോത്സവം നിർത്തലാക്കുന്ന ആ ദിവസം വരെ വലിയ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഈ വിധികർത്താവ് കൂടി മരിച്ച സാഹചര്യത്തിലാണ് ഈ സർവകലാശാലയുടെ ഒരു അടിയന്തര ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷങ്ങളിൽ വിശദമായൊരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് VC ഇപ്പോൾ DGPക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം ഈ വിധികർത്താവായ PN ഷാജി മരിക്കാനിടയായ സംഭവവും അതുകൂടി വിശദമായി പരിശോധിക്കണം, വിശദമായൊരു അന്വേഷണം അതിൽ കൂടി വേണം എന്നുള്ളൊരു കാര്യമാണ് ഈ VC നൽകിയ കത്തിൽ പറയുന്നത്. മറ്റൊന്ന് ഈ യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സർവകലാശാല യൂണിയൻ്റെ കാലാവധി കഴിഞ്ഞ ഫെബ്രുവരിയിൽ കഴിഞ്ഞിരുന്നു. പക്ഷേ അത് നീട്ടി നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ യൂണിയൻ സർവകലാശാല VCയെ സമീപിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ തുടർച്ചയായി ഉണ്ടായ സംഘർഷങ്ങളും അതുപോലെ തന്നെ ഒരു വിധികർത്താവിൻ്റെ മരണവും ഒടുവിൽ സംഭവിച്ചതോടുകൂടി അക്കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും ഇല്ല എന്നുള്ളൊരു നിലപാടിലാണ് സർവകലാശാല ഇവരുടെ കാലാവധി നീട്ടി നൽകില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ VC വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം, ഇതിൽ SFIക്ക് വലിയ പങ്കുണ്ട്, SFIയുടെ ക്രൂരത കാരണമാണ് അതിൽ മനം നൊന്താണ് ഈ അധ്യാപകൻ ഈ വിധികർത്താവ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു കാര്യം കൂടി പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ ഇതിനെ ഒരു മറ്റൊരു പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഇതിൻ്റെ FIR അല്പസമയം മുമ്പ് പുറത്തു വന്നിരുന്നു. അതിൽ 1-ാം പ്രതിയായി കണ്ടോൺമെൻറ്റ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് ഈ പറയുന്ന മരിച്ച ഈ വിധികർത്താവിനെ തന്നെയാണ്. ഒപ്പം 2ഉം 3ഉം പ്രതികളായി ഈ പരിശീലകരെയും ചേർത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഈ പരിശീലകരുടെ വാക്ക് കേട്ട് അവരുടെ വാഗ്ദാനത്തിന് വഴങ്ങി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ വഴങ്ങി ഈ പരിശീലകർ പരിശീലിപ്പിച്ച വിദ്യാർത്ഥികൾക്കായി മാർക്ക് കൂട്ടിക്കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിശ്വാസവഞ്ചന സർവകലാശാലയോടും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോടും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം FIRൽ വ്യക്തമാക്കുന്നുണ്ട്. ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സർവകലാശാല DGPയെ സമീപിച്ചതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള വ്യാപകമായ ഒരു അന്വേഷണത്തിന് തന്നെ വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. അനുജ, അതാണ് അഖിൽ ഷാൻ സാർ നൽകിയ വിവരങ്ങൾ. സജോ ദേവസിയിലേക്ക് കൂടി പോകുന്നു. സജോ, FIRൽ 1-ാം പ്രതിയാണ് ഷാജി. പക്ഷേ ഈ കുടുംബം പറയുന്നത് എന്താണ്? ഷാജിയെ കുടുക്കിയതാണ് എന്ന തരത്തിലേക്കാണോ? അങ്ങനെയെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ എന്നതിൻ്റെയൊക്കെ എന്തെങ്കിലും സൂചനകൾ അവർക്ക് നൽകിയതായി അറിയാമോ ഷാജി? അനുജ, ഈ കേരള സർവകലാശാല കലോത്സവം വിധി നിർണയം ഇതിലെല്ലാം ഇതിലേക്ക് നയിച്ച ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്ക് അടക്കം നയിച്ച കാര്യങ്ങളിലെല്ലാം സർവത്ര ദുരൂഹതയുണ്ട് എന്നതാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവം ഉണ്ടായത്, അതായത് ഈ കേസിൽ പോലീസ് കസ്റ്റഡി എടുക്കുന്നു, പിന്നീട് കേസ് എടുക്കുന്നു, അതിനുശേഷം വീട്ടിലേക്ക് ഷാജി വരികയാണ് ചെയ്തത്. പിന്നീട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് പറഞ്ഞത്, ആത്മഹത്യാ കുറിപ്പിലടക്കം അദ്ദേഹം ആവർത്തിച്ച് സൂചിപ്പിക്കുന്നതും കുടുംബാംഗങ്ങളോട് പറഞ്ഞതായി അവർ ഇതിനകം പങ്കുവച്ചതും യാതൊരു പങ്കുമില്ല, ഏതെങ്കിലും നിലയ്ക്ക് കോഴ വാങ്ങിയിട്ടില്ല, വർഷങ്ങളായി വിധികർത്താവായി ഈ രംഗത്ത് സജീവമായി തന്നെയുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ആരോപണം ആദ്യമായാണ്. പണം വാങ്ങിയിട്ടില്ല, ഒരു ക്രമവിരുദ്ധമായ കാര്യവും ചെയ്തിട്ടില്ല, ഇത് സത്യമാണ്, തന്നെ കുടുക്കിയതാണ് എന്ന് ആവർത്തിച്ച് കരഞ്ഞുകൊണ്ട് മകൻ പറഞ്ഞുവെന്ന് അമ്മ ലളിത തന്നെ പ്രതികരിക്കുന്നു. അതിൽ ആസൂത്രിതമായ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സഹോദരൻ അനിൽകുമാറും പറയുന്നത് കൃത്യമായ ഒരു ആസൂത്രിത നീക്കം ഉണ്ടായിട്ടുണ്ട്. ചിലർ ഫോൺ വഴിയും മറ്റും സമീപിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് പ്രതിപക്ഷ സംഘടനകളുടെ വിമർശനമാണ്. കെ സുധാകരനും ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ ഉന്നയിക്കുന്നൊരു ആരോപണം, ഇതുമായി ബന്ധപ്പെട്ട് സംഘാടകർക്ക്, അതായത് യൂണിയൻ ഒരു താല്പര്യമുണ്ടായിരുന്നു. അതായത് ഒരു കോളേജിൻ്റെ വിജയത്തെ അല്ലെങ്കിൽ അവരുടെ ചില ഫലങ്ങളെ അട്ടിമറിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് മാർ ഇവാനിയസ് കോളേജിൻ്റെ കാര്യത്തിലാണ്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണ്. അതിൻ്റെ ഭാഗമായി SFI അല്ലെങ്കിൽ സംഘാടകർ PN ഷാജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതിന് അദ്ദേഹം വഴങ്ങിയില്ല. അതുകൊണ്ടൊരു വ്യാജ കോഴക്കെണിയിൽ, അതായത് ഒരു കോൾ വിളിച്ച് സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് അതൊക്കെ തെളിവാക്കി ഒരു വ്യാജ കോഴ ആരോപണം ഉണ്ടാക്കുന്നു. അങ്ങനെ സർവകലാശാല കലോത്സവത്തെ ആകെയും ഒരു ഇനത്തെയും ആകെ അട്ടിമറിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. പിന്നീട് അത് കലോത്സവം തന്നെ നിർത്തിവെക്കുന്നതിലേക്ക് പോയെങ്കിലും അതിൻ്റെ ലക്ഷ്യം ഇത്തരത്തിലുള്ള ഒരു ആസൂത്രണമാണ് എന്നതാണ് പ്രതിപക്ഷ ആരോപണവും വിമർശനവും. പക്ഷേ അത്രയും കടുത്ത ആരോപണത്തിലേക്ക് കുടുംബം പോകുന്നില്ല. കുടുംബം പക്ഷേ പറയുന്നത്, നേരത്തെ മുഖത്ത് പാടുകളുണ്ടായിരുന്നു, അതെന്തുകൊണ്ടാണ്, മർദ്ദനമേറ്റതാണോ എന്ന് ഇവർ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ മാനസികമായ വലിയ സമ്മർദ്ദത്തിലായിരുന്നു ഷാജി. അതുകൊണ്ട് അക്കാര്യത്തിൽ വിശദീകരണം ഒന്നും പറഞ്ഞില്ല.
പറഞ്ഞിട്ടില്ല. ഈ ആത്മഹത്യാ ഗ്രൂപ്പിൽ അദ്ദേഹം പറയുന്നത് താൻ നിരപരാധിയാണ്, ക്രമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, കോഴ വാങ്ങിയിട്ടില്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, പിന്നിൽ കളിച്ചവർക്ക് അല്ലെങ്കിൽ അവരെ ദൈവം രക്ഷിക്കട്ടെ എന്നൊരു പരാമർശമാണ് ഉള്ളത്. ഇതിന്മേൽ വിശദമായൊരു അന്വേഷണം വേണം എന്നാണ് പൊതുവെ കുടുംബവും ആവശ്യപ്പെടുന്നത്. ഇതേ കാര്യമാണ്. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കണം. ഒപ്പം വിവിധ രാഷ്ട്രീയ സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ ഒന്നടങ്കം ഇക്കാര്യത്തിൽ, അതായത് ഷാജിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിൽ വിശദമായ പരിശോധന ഉണ്ടാകണം. ഒരു കെണിയിൽ, ഒരു ചതിയിൽ അല്ലെങ്കിൽ വ്യാജമായ ഒരു കോഴ ആരോപണത്തിൽ ഇദ്ദേഹത്തെ പെടുത്തിയതാണോ എന്നൊരു സംശയമാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു തന്നെ ഇങ്ങനെ ചതിയിൽപ്പെടുത്തിയതാണ് എന്ന് ഷാജി ആവർത്തിച്ച് പറഞ്ഞിരുന്നതായാണ് കുടുംബം പറയുന്നത്. അക്കാര്യത്തിൽ പരിശോധന വേണം. അതേസമയം ഈ മർദ്ദിച്ച കാര്യം സംബന്ധിച്ച് കുടുംബാംഗങ്ങൾക്ക് അറിയില്ല. ചോദിച്ചപ്പോൾ ഷാജി ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, പേരുകൾ, ആരുടെയും പേരുകൾ ഷാജി കുടുംബത്തോട് പറഞ്ഞില്ല, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതായത് ഇക്കാര്യത്തിൽ സംഘാടകരുടെ ഭാഗമായി നിൽക്കുന്ന വിധികർത്താക്കൾ ആയും മറ്റും വരാറുള്ള ആളുകൾ കൂടി ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ഏതായാലും അതെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമാണ്. പക്ഷേ കുടുംബം വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒരു പടി കൂടി കടന്ന് വളരെ വ്യാജമായ കെണിയിൽപ്പെടുത്തി അതിന് പിന്നിൽ ഈ സംഘാടകർക്കടക്കം പങ്കുണ്ടെന്ന വിമർശനം പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ അന്വേഷണത്തിലൂടെ കൂടുതൽ വ്യക്തത കൈവരേണ്ട സമഗ്ര അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഇതിനോടകം തന്നെ VC-യുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്, സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ജാനുവരി 31 വരെയുള്ള എല്ലാ ബില്ലുകളും പാസാക്കി പണം നൽകാൻ ട്രഷറികൾക്ക് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം. ഡിസംബർ, ജാനുവരി മാസങ്ങളിലെ ബില്ലുകളിലായി 1303 കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത്. ഡിസംബർ, ജാനുവരി മാസങ്ങളിലെ എല്ലാ ബില്ലുകളും മാറും. സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് വേതനത്തിനായി 16.31 കോടി രൂപയും സർക്കാർ അനുവദിച്ചു. പദ്ധതിക്ക് കേന്ദ്രവിഹിതം നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് കേരളം ഈ വർഷം 138.88 കോടി രൂപ നൽകിയെന്നും ധനവകുപ്പ് അറിയിച്ചു. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഇപ്പോൾ എന്താണ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം? അതിരൂക്ഷമായ പ്രതിസന്ധിയുണ്ട്, പക്ഷേ ബില്ലുകൾ പാസാക്കി നൽകാനുള്ള നിർദ്ദേശം ട്രഷറികൾക്ക് നൽകിയിരിക്കുന്നു. വിവരങ്ങൾ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ബില്ലുകൾ മാറാതെ ധനവകുപ്പ് നിലപാടെടുത്തിരുന്നത്. കഴിഞ്ഞ ഡിസംബർ മുതലുള്ള പല ബില്ലുകളും ഇതുവരെ മാറിയിട്ടില്ല. എന്നാൽ കേന്ദ്രം കടമെടുപ്പ് പരിധി ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. ഈ തുകയിൽ നിന്ന് 8000 കോടിയോളം രൂപ സംസ്ഥാനത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു ഇതിലാണ് ഇപ്പോൾ ജനുവരി വരെയുള്ള ബില്ലുകൾ പാസ്സാക്കാൻ ട്രഷറികൾക്ക് ധനകാര്യ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജനുവരി 31 വരെയുള്ള എല്ലാ ബില്ലുകളും പാസ്സാക്കി പണം നൽകുന്നതിനാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഡിസംബർ, ജനുവരി മാസങ്ങളിലെ മുഴുവൻ ബില്ലുകളും മാറണം എന്നും ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1303 കോടി രൂപയാണ് ഇതുവരെ വിതരണം ചെയ്യാനുള്ളത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അടക്കം എല്ലാ ബില്ലുകളും മുൻഗണനാക്രമത്തിൽ മാറി നൽകുന്നതിനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു അയവ് വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം ധനകാര്യ വകുപ്പ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശരി, ബില്ലുകൾ പാസാക്കി പണം നൽകാനാണ് ട്രഷറികൾക്ക് ധനവകുപ്പിന്റെ നിർദ്ദേശം. സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെറിയ തോതിൽ അയവ് വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണിത് എന്നതാണ് ഗിരീഷ് നൽകിയ വിവരം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായേക്കും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന നിയമന സമിതി യോഗമാണ് തെരഞ്ഞെടുത്തത്. നിയമന വാർത്ത പുറത്തുവിട്ടത് നിയമന സമിതിയിൽ അംഗമായ കോൺഗ്രസ് നേതാവ് ആധിർ രഞ്ജൻ ചൗധരിയാണ്. നിയമനത്തിൽ വിയോജിച്ചെന്നും ആധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു. दिक्कत निपटने के लिए आज हमें जरूरी था कि 2 इलेक्शन कमिश्नर के चयन हुआ। हाँ, बलविंदर संधू है और एक केरल के मिस्टर गणेश। ये तो होना ही था, जो होना ही था हो रहे हैं। और मैं यूं कि मेरे पास कोई तो ज्यादा जानकारी नहीं है, अचानक ये सारी जानकारी आप लोग अभी अभी दे रहे हैं। मीटिंग शुरू होने की 10 मिनट पहले मैं उतने महाज्ञानी तो नहीं है कि सारे इनको आता पता ढूंढ ले, सारे इनकी बायोडाटा को तलाश करके इनको इंटीग्रिटी क्या है, इनकी तजुर्बा क्या है, इनकी सक्षमता क्या है, इसको भापना मेरे लिए असंभव होती है. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. RK, ഇപ്പോൾ ആധിർ രഞ്ജൻ ചൗധരി പറഞ്ഞ വിവരങ്ങൾ മാത്രമാണ് നമുക്കറിയാവുന്നത്. ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിൽ ഡിസന്റ് നോട്ട് നൽകിയിട്ടുണ്ട് താനെന്ന് ആധിർ രഞ്ജൻ ചൗധരി പറയുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ വലിയ കാര്യമുണ്ടാകില്ല എന്ന് തോന്നുന്നു, കാരണം സർക്കാരിന് ഭൂരിപക്ഷമുണ്ട് സമിതിയിൽ. എന്നാൽ നാളെ ഈ ഹർജി പരിഗണിക്കാനിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇത് തിടുക്കപ്പെട്ട ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമോ, അത് രണ്ടും കൂടി നമ്മൾ ബന്ധപ്പെടുത്തണമോ?
തീർച്ചയായിട്ടും പ്രഖ്യാപനം ഉണ്ടാകും അനുജ. കാരണം സ്റ്റാറ്റസ് കോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ 3 പേരുടെയും പ്രവർത്തിക്കുന്നു എന്ന വിധത്തിലാക്കുക എന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വിജ്ഞാപനം ഇറക്കേണ്ടത് രാഷ്ട്രപതിയാണ്. ഈ സമിതിയുടെ തീരുമാനം ഇതിനകം തന്നെ രാഷ്ട്രപതി ഭവനിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് അന്തിമഘട്ടത്തിൽ പൂർത്തിയാകുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. അതിനുശേഷം രാഷ്ട്രപതി ഇത് വിജ്ഞാപനം ഇതിൽ ഒപ്പിടുകയും വിജ്ഞാപനം ചെയ്യുകയും ചെയ്യും. തുടർന്ന് ഇവർ ഇന്ന് തന്നെ ഈ ചുമതല ഏറ്റെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ആണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ട് ചുമതലയേൽക്കുക നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളുടെ ഭാഗമായി മാറുക, ഇതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമിതിക്ക് മുന്നിലെത്തിയ പട്ടികയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആദർ രഞ്ജൻ ചൗധരി ആ പട്ടിക മുൻകൂറായിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നിയമമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സെർച്ച് കമ്മിറ്റിയാണ് ഈ പട്ടിക തയ്യാറാക്കിയത്. ആ പട്ടികയിൽ ഏതാണ്ട് 200-ലധികം ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഈ സമിതിയിൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലാണ് ജ്ഞാനേഷ് കുമാർ ഇപ്പോൾ ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ സഹകരണ വകുപ്പിന്റെ മുഖ്യ ചുമതല ജ്ഞാനേഷ് കുമാറിനാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു വന്ന ജ്ഞാനേഷ് കുമാറിനെയും ഒപ്പം സന്ധുവിനെയും നിർദ്ദേശിച്ചതും ആഭ്യന്തരമന്ത്രിയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഭേദഗതി ചെയ്യപ്പെട്ട നിയമം അനുസരിച്ച് ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രി ആണ് ആ സമിതിയിൽ അംഗമായി ഉണ്ടാകുന്നത്. അത് പ്രകാരം പ്രധാനമന്ത്രി നിർദ്ദേശം ചെയ്തത് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ആയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ യോഗത്തിന്റെ ഭാഗമായത്. എന്നാൽ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് എന്ന രീതിയിൽ സമിതി യോഗത്തിൽ പങ്കെടുത്ത ആദർ രഞ്ജൻ ചൗധരി അദ്ദേഹം ഈ നോട്ട് മുൻകൂറായി നൽകാത്തതിനെതിരെ ആദ്യം ഡിസന്റ് നൽകി. രണ്ടാമത്തത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസന്റും അദ്ദേഹം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പുറത്തേക്ക് വന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആർ രാധാകൃഷ്ണൻ നൽകിയ വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് പുറത്തു വന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിൽ രാംനാഥ് കോവിന്ദ് സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. 18626 പേജുകളുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. 2029 മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് എന്നാണ് വിവരം. 5 മാസത്തിന് മുൻപാണ് രാംനാഥ് കോവിന്ദ് സമിതി പ്രവർത്തനം ആരംഭിച്ചത്. 191 ദിവസത്തെ നടപടികൾക്ക് ശേഷം 18626 പേജുകളുള്ള റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. 8 സെക്ഷനുകളിലായാണ് റിപ്പോർട്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിക്ക് അനുകൂലമായ നിലപാടാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. 1951-67 കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിൽ പദ്ധതിക്ക് അനുകൂലമായി ചൂണ്ടിക്കാട്ടുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് പുതുമയുള്ളതല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഒരുമിച്ച് നടന്ന തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് പല കാലങ്ങളിലായതെന്ന അഭിപ്രായവും റിപ്പോർട്ട് ഉൾക്കൊള്ളുന്നു. പദ്ധതി വഴി സാമ്പത്തികമായി രാജ്യത്തിനുണ്ടാകുന്ന നേട്ടങ്ങളും റിപ്പോർട്ട് വിവരിക്കുന്നുണ്ട്. രാഷ്ട്രപതിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഉചിതമായ തീരുമാനം ഇനി മന്ത്രിസഭ കൈക്കൊള്ളും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും മുൻ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും BJPയിൽ ചേർന്നു. BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അംഗത്വം നൽകി. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും മറ്റു നേതാക്കളും BJPക്ക് എത്തിയവരെ സ്വീകരിച്ചു. K. കരുണാകരന്റെ ഭരണത്തോടെ കോൺഗ്രസിന്റെ തകർച്ച തുടങ്ങിയെന്ന് തമ്പാനൂർ സതീഷ് പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടിയാണ് കോൺഗ്രസുകാർ BJPയിലേക്ക് പോകാൻ കാരണം. കോൺഗ്രസ് തന്നെ അവഗണിച്ചുവെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ് പറഞ്ഞു. പരാതികൾ കേൾക്കാൻ തയ്യാറായില്ല. കോൺഗ്രസിൽ വനിതകൾക്ക് സ്ഥാനമില്ല. മോദിയുടെ പ്രവർത്തനം കായിക രംഗത്തിന് അനുകൂലമാണ്. സ്ഥാനമാനം മോഹിച്ചിട്ടല്ല BJPയിലേക്ക് വരുന്നത്, മടുത്തിട്ടാണെന്നും പത്മിനി തോമസ് പറഞ്ഞു. മനസ്സ് മടുത്താണെന്ന് തന്നെ പറയാം. കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ടായി. പത്മിനി തോമസ് ഈ സംഘടനയിൽ വന്നിരിക്കുന്നത് സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല. ഇന്ന് ഞാൻ ഒരു സ്ഥാനമാനത്തിൻ്റെയും പുറകെ പോയിരുന്നു. ഈ BJP വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനവും നോക്കിയല്ല ഞാൻ വന്നിരിക്കുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ് സ്പോർട്സ് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ K. കരുണാകരൻ അതുപോലെ ഉമ്മൻചാണ്ടിയൊക്കെ പോലെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആൾ കൂടിയാണ് പത്മിനി തോമസ്. കഴിഞ്ഞ ദിവസം അവർ അത് സ്ഥിരീകരിച്ചിരുന്നു, പോവുകയാണ് BJPയിലേക്ക് എന്നത്. ഇനിയിപ്പോൾ മടുത്തിട്ടാണ് എന്നവർ പറയുന്നതിൻ്റെ സാഹചര്യം എന്താണ്? കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടോ? മറ്റൊന്ന്, തമ്പാനൂർ സതീഷിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിരുന്നു. എന്നാൽ വേറൊരു പാർട്ടിയിലേക്ക് പോകില്ല എന്ന തരത്തിലേക്ക് പറയുകയും ഇന്ന് BJPയിലേക്ക് ചേരുകയും ചെയ്യുന്നു. ഒപ്പം കുറച്ച് പ്രാദേശിക നേതാക്കൾ കൂടിയുണ്ട്.
അനുജ, പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയതിന് പിന്നാലെ തന്നെ ഈ കരുണാകരൻ പക്ഷക്കാരെയും ഒപ്പം കോൺഗ്രസിൽ നിലവിൽ നേതൃത്വത്തോട് അതൃപ്തി വച്ച് പുലർത്തുന്നവരെയും BJP ലക്ഷ്യമിട്ടിരുന്നു. ഇന്ന് 11 മണിയോട് കൂടി കൂടുതൽ നേതാക്കൾ BJP-യിൽ ചേരുമെന്ന് BJP സംസ്ഥാന നേതൃത്വം തന്നെ ഇന്നലെ അറിയിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് തമ്പാനൂർ സതീശും പത്മിനി തോമസും ഔദ്യോഗികമായി BJP അംഗത്വം സ്വീകരിച്ചത്. രാവിലെ 11 മണിക്ക് BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഇരു നേതാക്കളും BJP അംഗത്വം കെ സുരേന്ദ്രന്റെയും ഒപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെയും പക്കൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത്. ഇവർക്ക് പുറമെ മുൻ DCC ജനറൽ സെക്രട്ടറി കൂടിയായ VN ഉദയകുമാറും മറ്റ് പാർട്ടി പ്രവർത്തകരും, നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും BJP അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഈ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് പത്മിനി തോമസും ഒപ്പം തമ്പാനൂർ സതീശും ഉന്നയിച്ചത്. പത്മിനി തോമസ് പ്രധാനമായും പറഞ്ഞ കാര്യം യാതൊരു തരത്തിലുള്ള ഒരു പരിഗണനയോ അംഗീകാരമോ ഈ കോൺഗ്രസിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടില്ല, മനസ്സ് മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നത് എന്നതായിരുന്നു പത്മിനി തോമസിന്റെ പ്രതികരണം. കായിക താരങ്ങളോട് മോദി സർക്കാരിന് അനുകൂല നിലപാടാണ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ BJP-യിലേക്ക് പോകാനുള്ളൊരു കാരണം അതാണെന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊന്ന്, സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ താൻ മോഹിച്ചിട്ടില്ല എന്നും പത്മിനി തോമസ് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. തമ്പാനൂർ സതീശ് വലിയ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് അടിമുടി തകരും, ഒപ്പം 14 ജില്ലകളിലെയും കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുമെന്ന് കൂടി തമ്പാനൂർ സതീശ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്നാണ് പാർട്ടി പദവികൾ തമ്പാനൂർ സതീശ് രാജിവെച്ചത്. പക്ഷേ അപ്പോഴും BJP-യിലേക്ക് പോകുമെന്ന സൂചനകളും അഭ്യൂഹങ്ങളും ഒക്കെ പൂർണ്ണമായും തള്ളിയ അതേ നേതാവാണ് ഇന്ന് BJP അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് പുറമെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി BJP സംസ്ഥാന നേതാക്കളിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ കോൺഗ്രസ് നേതാക്കളും ഇടതുമുന്നണിയിൽ നിന്നുള്ള നേതാക്കളും BJP-യിലേക്ക് പോകുമെന്നൊരു അവകാശവാദം കൂടി കെ സുരേന്ദ്രൻ ഇന്ന് നടത്തിയിട്ടുണ്ട്. എന്തായാലും BJP ക്യാമ്പിൽ ഈ കൂടുതൽ കോൺഗ്രസ് നേതാക്കളടക്കം വരുന്നതിൻ്റെ ഇത്തരത്തിലൊരു ആഹ്ലാദം അല്ലെങ്കിൽ ഒരു ആഹ്ലാദമുണ്ട്. പക്ഷേ അതേസമയം ഈ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പിൽ പാർട്ടിയിൽ തുടർച്ചയായി അണികൾ അല്ലെങ്കിൽ നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു ആശങ്ക നിലവിൽ കോൺഗ്രസ് ക്യാമ്പിലുമുണ്ട്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇനി BJP-യിലേക്ക് എത്തുമെന്ന് BJP പറയുന്നുണ്ട്. പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിൽ നേതാക്കൾ പോവുകയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ശ്രമങ്ങളായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക. തലസ്ഥാനത്ത് ഏതാനും കോൺഗ്രസ് നേതാക്കളാണ് BJP-യിൽ ചേർന്നത്. LDF-ൽ ചേരാനായി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിനെ EP ജയരാജൻ ക്ഷണിച്ചു എന്ന ആരോപണം തള്ളി TG നന്ദകുമാർ. ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് കള്ളമെന്നും ദീപ്തി ജയരാജനെയാണ് പോയി കണ്ടതെന്നും നന്ദകുമാർ 24-നോട് പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസ് ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല, VVPAT രസീതിന്റെ കോപ്പി തനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നുവെന്നും നന്ദകുമാർ പറഞ്ഞു. ദീപ്തി മേരി വർഗീസ് പറയുന്നത് 100% തെറ്റായ കാര്യമാണ്. ദീപ്തി മേരി വർഗീസിനെ ചെന്ന് കണ്ടത് ഞാനാണ്, അവരുടെ ഫ്ലാറ്റിൽ. അവരാണ് EP ജയരാജനെ വന്ന് കണ്ടത്. അന്ന് കാണാൻ എന്താ ബുദ്ധിമുട്ട്? ബൈ ഇലക്ഷൻ്റെ ചാർജുമായിട്ട് അധികം പാലാരിട്ടത്തുണ്ട്, താമസം എവിടെയാണ്, കാരണം അധികം ഒന്നും പോയി കണ്ടിട്ടില്ല. വെറുതെ തെറ്റായ കാര്യമാണ്. അവർ ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല. അവർ രേഖപ്പെടുത്തിയ വോട്ട് ആർക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ അവർ അതിൻ്റെ VVPAT കോപ്പി എനിക്ക് അയച്ചു തന്നത്. VVPAT കോപ്പി അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ആ വോട്ട് ചെയ്യാനൊക്കെയല്ലാതെ. അവരാണ് പറയണത്. ഈ വെറുതെ അസംബന്ധം അധിക്ഷേപിക്കുകയാണ് ഈ പേര്. ആദ്യമൊന്നും ഒരു കാര്യമൊക്കെ നമ്മൾ ഒരു ബൈ ഇലക്ഷൻ സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ കാണണമെന്ന് ആര് വന്നാലും കാണൂലേ. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാംകുമാർ, ഇന്നലെ ദീപ്തി മേരി വർഗീസ് 24-നോട് സ്ഥിരീകരിച്ചത് EP ജയരാജൻ അങ്ങോട്ടേക്ക് ബന്ധപ്പെട്ടിരുന്നു, ഒപ്പം ചില ഓഫറുകൾ നൽകിയിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ താൻ കൂടുതലൊന്നും ചിന്തിക്കാതെ ഇതെല്ലാം നിരസിച്ചു എന്നായിരുന്നു അവർ ഇന്നലെ പറഞ്ഞത്. ഇതിപ്പോൾ നന്ദകുമാർ വ്യക്തമാക്കുന്നത് എന്താണ്? അങ്ങോട്ടേക്കൊരു ക്ഷണം ഉണ്ടായിട്ടില്ല, തിരിച്ചിങ്ങോട്ടേക്കാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ VVPAT-ന്റെ കാര്യം, ഇതൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? അനുജ, ഇതൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന് പറയേണ്ട രണ്ടുപേർ, ഒന്ന് ദീപ്തി മേരി വർഗീസും നന്ദകുമാറും തന്നെയാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും മാത്രമാണ് ഇതിൽ എന്താണ് ശരിക്കും നടന്നതെന്ന് അറിയാവുന്നത്. ഏതായാലും ഇന്നലെ ദീപ്തി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ EP ജയരാജൻ വന്ന് കാണുകയും ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അത് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് നന്ദകുമാർ പറയുന്നത് മറ്റൊരു രാഷ്ട്രീയ ആരോപണം കൂടിയാണ്.
തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പോലും ദീപ്തി മേരി വർഗീസ് തയ്യാറായില്ല. മറിച്ച് ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ VVPAT സ്ലിപ്പ് തനിക്ക് അയച്ചു നൽകി എന്നുള്ളതാണ്. ഏതായാലും ഈ രാഷ്ട്രീയ ആരോപണം വലിയ രീതിയിൽ കോൺഗ്രസിലും ചർച്ചയായിട്ടുണ്ട്. നന്ദകുമാറിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പക്ഷെ അപ്പോഴും ഇതിന്റെ യഥാർത്ഥ നിജസ്ഥിതി എന്തെന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്ന രണ്ടുപേർ നന്ദകുമാറും ദീപ്തിയും മാത്രമാണ് അനുജ. അതാണ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മാർക്കറ്റ് വ്യൂവുമായി ക്രിസ്റ്റീന ചെറി. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. കഴിഞ്ഞ ദിവസത്തെ കനത്ത നഷ്ടത്തിന് ശേഷം വീണ്ടും ഹരിതാഭമായ വിപണികൾ. സെൻസെക്സ് 336 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,150. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾക്കും നേട്ടം. അദാനി പോർട്സിനും അദാനി എന്റർപ്രൈസസിനും ഹീറോ മോട്ടോ കോർപ്പിനും നേട്ടം. നഷ്ടം രേഖപ്പെടുത്തി ബാങ്കിംഗ് മേഖല. ഏറെക്കാലമായി നിർത്തിവച്ചിരുന്ന സെൻസസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തുമെന്ന ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട്. രാജ്യത്തെ സാമ്പത്തിക വിവരങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും നീക്കം. ജനസംഖ്യാ കണക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പ്രധാനമന്ത്രിയുമായി കഴിഞ്ഞ ഒരു മാസമായി ചർച്ച നടത്തുന്നു. ഉപഭോക്തൃ സർവേ അടക്കം സർവേകളും പുനരാരംഭിക്കും. രാജ്യത്ത് ലിംഗ അസമത്വം കുറയുന്നുവെന്ന് UNDP റിപ്പോർട്ട്. ലിംഗ അസമത്വ സൂചികയിൽ നില മെച്ചപ്പെടുത്തി ഇന്ത്യ. സൂചിക തയ്യാറാക്കിയത് പ്രത്യുൽപാദന ആരോഗ്യം, ശാക്തീകരണം, തൊഴിൽ വിപണി എന്നീ മാനദണ്ഡങ്ങൾ പ്രകാരം. 193 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 108ാം സ്ഥാനത്ത്. 2021 ഇന്ത്യ 122ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി പട്ടികയിൽ ഇന്ത്യയുടെ റാങ്ക് സ്ഥിരമായി മെച്ചപ്പെട്ടെന്ന് UNDP. സൂചികയിൽ ഒന്നാമത് ഡെൻമാർക്ക്. രാജ്യത്ത് ടെലിവിഷൻ സെറ്റുകളുടെ വില ഏപ്രിൽ മുതൽ കൂടുമെന്ന് റിപ്പോർട്ട്. TV നിർമ്മാണത്തിനുള്ള ഓപ്പൺ സെല്ലുകളുടെ വിലവർധന തിരിച്ചടിയാകും. 2024 വരുന്ന രണ്ടാമത്തെ വിലവർധനയിൽ TV സെറ്റുകൾക്ക് 10% വരെ വില കൂടുമെന്ന് നിർമ്മാതാക്കൾ. ഓപ്പൺ സെൽ വിലക്കയറ്റം നിർമ്മാണ ചെലവ് 8% വരെ കൂട്ടുമെന്നും വിൽപ്പന വിലയെ ബാധിക്കുമെന്നും വീഡിയോ ടെക്സ് മേധാവി. ആയുഷ്മാൻ ഭാരതിന്റെ ഡിസൈനും നടപ്പാക്കലും അവലോകനം ചെയ്യാൻ കമ്മിറ്റി രൂപീകരിച്ചു കേന്ദ്ര സർക്കാർ. 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. സ്കീം ഫണ്ടിങ്ങും സാമ്പത്തിക സുസ്ഥിരതയും അടക്കം സമിതി വിലയിരുത്തും. പദ്ധതിയുടെ നടത്തിപ്പിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പങ്കാളിത്തവും ഉത്തരവാദിത്തവും അവലോകനം ചെയ്യാനും നിർദ്ദേശം. നടത്തിപ്പ് സമയത്ത് തട്ടിപ്പും ദുരുപയോഗവും തടയാനും പദ്ധതി കരുത്തുറ്റതാക്കാനുള്ള നിർദ്ദേശവും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. ഒരു വ്യക്തിക്കോ കുടുംബാംഗങ്ങൾക്കോ ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് പദ്ധതി. അമേരിക്കയുടെ ടിക്ടോക്ക് നിരോധന ശ്രമങ്ങളെ വിമർശിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. ടിക്ടോക്ക് ദേശീയ സുരക്ഷ ലംഘിച്ചതിന് തെളിവില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ്. കമ്പനിയെ തകർക്കാൻ ഭരണകൂട അധികാരം അമേരിക്ക ദുരുപയോഗം ചെയ്യുന്നുവെന്ന് വാങ് വെൻബിൻ. ടിക്ടോക്കിന്റെ US ഉപഭോക്തൃ വിവരങ്ങൾ ചൈനീസ് സർക്കാരിന് കൈമാറുമെന്ന ആശങ്കയിൽ അമേരിക്കയിലെ നിയമസഭാ സാമാജികർ. കഴിഞ്ഞ ദിവസത്തെ കനത്ത നഷ്ടത്തിന് ശേഷം ഇന്ന് ഓഹരി വിപണികൾ പച്ചത്തിളക്കത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സും നിഫ്റ്റിയും ഉയർന്നാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്കിംഗ് മേഖല ഇന്ന് നഷ്ടത്തിലായിരുന്നു. പക്ഷേ മിക്ക മേഖലകളും ഇന്ന് നേട്ടത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ദേശീയ ഓഹരി വിപണിയുടെ ക്ലോസിംഗ് നോക്കിയാൽ 153 പോയിന്റ് ഉയർന്ന് 22,151 ഇന്നത്തെ ക്ലോസിംഗ്. ബാങ്കിംഗ് മേഖല തകർച്ചയിലായിരുന്നു. 156 പോയിന്റ് താഴ്ന്ന്. ഫൈനാൻഷ്യൽ സർവീസ് സെക്ടറും നേരിയ ഇടിവിലായിരുന്നു. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻസെക്സ് 335 പോയിന്റ് ഉയർന്ന് 73,097 ഇന്നത്തെ ക്ലോസിംഗ്. അതേപോലെ തന്നെ ഡോളർ രൂപ വിനിമയ നിരക്ക് നോക്കിയാൽ വീണ്ടും ഡോളർ കരുത്താർജിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതുവരെ രൂപയായിരുന്നു നേട്ടത്തിൽ. ഡോളർ ഇപ്പോൾ 6 പൈസ നേട്ടത്തിൽ 82 രൂപ 85 പൈസ എന്ന നിലയിലാണ് വ്യാപാര അവസാനം നമ്മൾ കാണുന്നത്. ശ്രീ പ്രിൻസ് ജോർജ് ഉണ്ട്, MD DBFS നമ്മോടൊപ്പം. ശ്രീ പ്രിൻസ് ജോർജ്, ഗുഡ് ഈവനിങ് എന്ന് തന്നെ പറയാം. കാരണം മാർക്കറ്റിൽ നിന്ന് വീണ്ടും ആ റെഡൊക്കെ മാറിയിട്ട് പച്ചയായിരിക്കുന്നു. ബാങ്കിങ് ഒഴികെയുള്ള ബാക്കിയുള്ള മേഖലകളൊക്കെ അതിജീവിച്ചു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഏറ്റവും അധികം നഷ്ടം നേരിട്ട മിഡ് ക്യാപ് സ്മോൾ ക്യാപ് വീണ്ടും ഒരു ഉയർച്ചയിലേക്ക് വന്നു. അപ്പോൾ നിക്ഷേപകരുടെ ഒരു ആശങ്കയൊക്കെ മാറി വരുന്നു എന്ന് പറയാനാവുമോ? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. ഇന്നലത്തെ ഒരു ദിവസത്തെ ആളുകൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ശരിക്കും ഒരു റിലീഫിന്റെ ദിവസമായിരുന്നു. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിക്കവറി, അതായത് ലോവർ ലെവലിൽ രാവിലെ മാത്രമേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തുള്ളൂ. അതിനുശേഷം റിക്കവർ ചെയ്തു. 200 പോയിന്റോളം പ്ലസ്സിൽ നിഫ്റ്റി വന്നിരുന്നു. 22,200 എന്നുള്ള ലെവലിൽ വന്നിരുന്നു. ഒരു 50 പോയിന്റ് താഴ്ന്ന് ക്ലോസിംഗിൽ പോലും 150 പോയിന്റ് പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ച പോലെ മിഡ് ക്യാപ്പ് ഓഹരികളിലും നല്ല രീതിയിലുള്ള റിക്കവറി ഉണ്ടായി.
ഇതെല്ലാം സാധാരണ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു വലിയ ഷാർപ്പ് സെൽ ഓഫിൻ്റെ ഒരു ഷോർട്ട് കവറിംഗ് റീബൗണ്ട് എന്നുള്ളത് മാത്രമായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. ആക്ച്വൽ ട്രെൻഡ് വരും ദിവസങ്ങളിലെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് നാളെ വളരെയേറെ ഡേറ്റ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. നാളെ ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ഡേറ്റ, അതായത് ഈ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ അത് എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന് പറയാനൊക്കത്തില്ല, അത് വരുന്നുണ്ട്. അതോടൊപ്പം സെബിയുടെ സ്ട്രെസ് ടെസ്റ്റ് ഉണ്ട്, അതായത് മ്യൂച്വൽ ഫണ്ടുകളുടെ അത് ഈ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് ഓഹരികളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ വളരെ വോളറ്റൈലായിരിക്കും മാർക്കറ്റ്. അഡ്വാൻസ് ടാക്സ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ നാളെ മിക്കവാറും ഈ ട്രെൻഡ് അറിയാൻ സാധിക്കും. ഇവിടെ നിന്ന് കാര്യമായിട്ടുള്ള ഒരു സെൽ ഓഫ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ 21,800 വരെ ടെക്നിക്കൽ അനലിസ്റ്റുകളും മറ്റുമൊക്കെ ഒരു ലെവലായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു 400 പോയിന്റ്സിന്റെ സെൽ ഓഫിനുള്ള പോസിബിലിറ്റി പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇന്ന് റിലീഫ് ഉണ്ടായി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിക്ഷേപവുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് പണം നേടാനൊരു അവസരമുണ്ട്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പേജുകളിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് വ്യൂവിൻ്റെ കാർഡിന് താഴെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റുകളായി ഉന്നയിക്കാം. മികച്ച ചോദ്യത്തിന് അല്ലെങ്കിൽ ആ ചോദ്യകർത്താവിന് ഒരു ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി അതിനുള്ള അവസരമുള്ളത്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാകുന്നു. ഇനി ഒരു ഇടവേളയാണ്. നമസ്കാരം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിൽ. വൈകിട്ട് 6 മണി മുതൽ 11 വരെയുള്ള പീക്ക് ടൈമിൽ ഉപയോഗം 5066 മെഗാവാട്ടായിരുന്നു. തുടർച്ചയായി 3-ാം ദിവസവും മൊത്ത വൈദ്യുത ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ്. വൈദ്യുതി മന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തത്. വി എ ഗിരീഷ് വിവരങ്ങളുമായി. ഗിരീഷ്, വലിയ വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന സാഹചര്യം, ആ ഘട്ടത്തിലാണ് എല്ലാ ദിവസവും റെക്കോർഡ് ഉപഭോഗം എന്നതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്നാൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല എന്നും വിവരങ്ങളുണ്ട്. അപ്പോൾ ഏത് തരത്തിലേക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്നതൊക്കെ യോഗത്തിൽ ചർച്ചയാകുമോ? അനുജ, തുടർച്ചയായ 3-ാം ദിവസമാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പീക്ക് ഉപയോഗമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പീക്ക് സമയത്ത് ഡിമാൻഡ് 5066 മെഗാവാട്ടായിരുന്നു. ഇത് സർവ്വകാല റെക്കോർഡാണ്. ഈ മാസം 11-ന് രേഖപ്പെടുത്തിയ 5024 മെഗാവാട്ടാണ് കഴിഞ്ഞ ദിവസം മറികടന്നത്. ഇത് തന്നെ സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള ഒരു വൈദ്യുതി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം 465 മെഗാവാട്ടിന്റെ കുറവ് ഓരോ ദിവസവും ഉണ്ടാകുന്നു. ഇത് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് ഇപ്പോൾ നിറവേറ്റുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തന്നെയാണ്. പകരം പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിക്കൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ആലോചനകളിലേക്കാണ് യോഗം ഏതായാലും കടന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 6 മണിക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രതിസന്ധി ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം ചേരുന്നത്. പുൽവാമ വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി ആന്റോ ആന്റണി MP. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ആന്റോ ആന്റണി നിലപാട് മാറ്റി. സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തലാണ് താൻ വിശദീകരിച്ചത്. അത് ഇനിയും പറയുമെന്നും രാജ്യദ്രോഹ കേസ് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്നും ആന്റോ ആന്റണി പറഞ്ഞു. പുൽവാമയിൽ അന്നത്തെ കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ടാണ് ഈ സുരേന്ദ്രൻ രാജ്യദ്രോഹ കുറ്റം ആക്ഷേപിക്കുകയും അത് അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യാത്തത്? ഈ മരിച്ചുപോയ ജവാന്മാരുടെ ഭാര്യമാർ അവർ 42 പേർ അവർ സത്യാഗ്രഹം വരുന്നു. ഇതേക്കുറിച്ച് നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തി സത്യം പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സത്യാഗ്രഹം വരുന്നു. അവർ രാജ്യദ്രോഹികളാണോ? അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ അത് ജനങ്ങളോട് തുറന്നു പറയും. അതിന് ഏത് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചാലും ഏത് നടപടിയെടുത്താലും അത് ധീരമായി അതിനെ നേരിടും. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന ആന്റോ ആന്റണി MPയുടെ പരാമർശത്തിനെതിരെ ഡോക്ടർ TM തോമസ് ഐസക്. പുൽവാമ ആക്രമണത്തിന് ഉത്തരവാദി പാകിസ്ഥാൻ തന്നെയാണ്. ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ തടഞ്ഞില്ലെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. CAA NIA ബില്ലുകളെ കോൺഗ്രസ് അനുകൂലിച്ചുവെന്നും ഡോക്ടർ തോമസ് ഐസക് വിമർശിച്ചു. അവരുടെ ഭീകരാക്രമണമല്ല നടത്തിയത്, അവരുടെ പിന്തുണയോടുകൂടി. എന്താ BJP സർക്കാർ ചെയ്തത്? അങ്ങനെ ഒരു ആക്രമണത്തിന് മുന്നറിയിപ്പുണ്ടായിട്ടും അത് പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് അത് ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ആവശ്യപ്പെട്ടു, അതുപോലെ തന്നെ ഗവർണർ ആവശ്യപ്പെട്ടു. അത് ചെവിക്കൊണ്ടില്ല, ഒന്നും ചെയ്തില്ല.
അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു. ഇത് പുതിയ കാര്യമൊന്നുമില്ലെന്ന് ഇന്ത്യ എത്രയോ നാളായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അതേസമയം പുൽവാമ പരാമർശത്തിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ MP-യുടെ കോലം യുവമോർച്ച പ്രവർത്തകർ കത്തിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇന്ന് ആന്റണി MP നൽകുന്ന വിശദീകരണം എന്താണ്? ഒപ്പം ഈ വിഷയം അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJP ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലെ ആന്റണി പറഞ്ഞത് പാകിസ്ഥാൻ എന്ത് പങ്ക് പുൽവാമ ആക്രമണത്തിൽ എന്നായിരുന്നു. അത് കൃത്യമായി തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലായിരുന്നു പറഞ്ഞത്. സത്യപാൽ മാലിക്കിനെ ഒരു ഘട്ടത്തിൽ കോട്ട് ചെയ്തെങ്കിൽ പോലും പാകിസ്ഥാൻ എന്ത് പങ്ക് എന്ന ചോദിച്ചതോടുകൂടിയാണ് ഇത് വിവാദമായത്. ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ല എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അത് എന്തായാലും അതിനുശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്, അല്ലാതെ തന്റെ വാചകങ്ങളല്ല എന്നാണ്, സത്യപാൽ മാലിക്കിന്റെ വാചകങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ TM തോമസ് ഐസക് ഇന്ന് പൂർണ്ണമായി അതിനെ തള്ളുകയാണ്. പാകിസ്ഥാൻ തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഡോക്ടർ TM തോമസ് ഐസക് ഇന്ന് രാവിലെ 24-നോട് വ്യക്തമാക്കി. പക്ഷേ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ആക്രമണം നടക്കുമെന്ന് അറിഞ്ഞിട്ടും അത് തടയാൻ തയ്യാറായില്ല. അതാണ് സുരക്ഷാ വീഴ്ച. അതിൽ കേന്ദ്ര സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും ഡോക്ടർ TM തോമസ് ഐസക് പറയുന്നു. എന്തായാലും അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു BJP. യുവമോർച്ച പ്രവർത്തകർ ആന്റണി MP-യുടെ കോലം കത്തിക്കുന്ന പ്രതിഷേധത്തിലേക്ക് അടക്കം കടന്നിട്ടുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി നിലപാട് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക്, അതിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ഇനിയിപ്പോൾ കിട്ടിയതുമായി പ്രവിത ലക്ഷ്മിയും സോന ജെറിയും. നമസ്കാരം.